ഞങ്ങളിപ്പോൾ പോണത് എൻ്റെ ചേച്ചീൻ്റെ വീട്ടിലേക്കാണ്. ചേച്ചീൻ്റെ വീട്ടിൽ ഹൗസ് വാമിംഗ് ആണ്. അപ്പോൾ കുറേ സാധനങ്ങളൊക്കെ ആയിട്ട് ഞങ്ങളെ വണ്ടിയിൽ പോവുകയാണ്. ഇത് ഞാൻ ഉണ്ടാക്കിയ നെറ്റിപ്പട്ടാണ്. ചേച്ചിക്ക് ഞാൻ കൊടുക്കണ ഒരു കുഞ്ഞ് ഗിഫ്റ്റ്. അങ്ങനെ ഞങ്ങൾ അറപ്പുഴ പാലത്തിലൊക്കെ എത്തിയേ. പിന്നെ കുറേ പോകാനുണ്ട്. പിന്നെ നമ്മളെ ട്രോൾ ബൂത്തിൽ പണിയൊക്കെ കഴിഞ്ഞപ്പോഴാണെങ്കിൽ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. സൈഡിലൊക്കെ നിറയെ പുല്ലുകളൊക്കെ വെച്ചിട്ട് അധികം വലിയ ബ്ലോക്ക് ഒന്നും ഇവിടെ ഇല്ല. കുറച്ചു കാലം ഗൾഫിലോ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ നിന്ന് മാറി നിൽക്കുന്ന ആൾക്കാരുണ്ടല്ലോ, പെട്ടെന്ന് നാട്ടിലേക്ക് വരുമ്പോൾ ഇതൊന്നും കണ്ടിക്കുകയാണെങ്കിൽ മനസ്സിലാവില്ല, അത്രയും മാറ്റം വന്നിട്ടുണ്ട്. ഞങ്ങൾ കുറച്ച് അലുവയും ചിപ്സൊക്കെ വാങ്ങിക്കാനായിട്ട് ബേക്കറിയിൽ കയറി. വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കണത് എന്നാണ് കേട്ടോ അവർ പറഞ്ഞത്. പിന്നെ ബേക്കറിയിൽ പോയിക്കുകയാണെങ്കിൽ പീലിക്കുട്ടീൻ്റെ കണ്ണ് ആദ്യം ചെല്ലുക ഐസ്ക്രീമിലേക്കാണ്. പിന്നെ എനിക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഐസ്ക്രീം. പീലിക്കുട്ടീൻ്റെ പേരും പറഞ്ഞ് ഞാനും ഐസ്ക്രീം വാങ്ങിച്ചു. ഞാൻ മാത്രമല്ല അച്ഛമ്മയ്ക്കും അമ്മയ്ക്കും ഒക്കെ വാങ്ങി കൊടുക്കുകയും ചെയ്ത്. അച്ഛമ്മ ഐസ്ക്രീം കഴിക്കുന്നത് കാണാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. പീലിക്കുട്ടി അച്ഛമ്മ ഏകദേശം ഒരേപോലെ തന്നെ. അങ്ങനെ നമ്മളിപ്പോൾ ചേച്ചീൻ്റെ വീട്ടിലേക്ക് എത്താനായിട്ടുണ്ട്. ചേച്ചീൻ്റെ വീട്ടിലേക്ക് കുറച്ച് കയറ്റുണ്ട് കേട്ടോ. അപ്പം നമ്മളെ വണ്ടിയിൽ കുറേ ലഗേജുകളുള്ളതിനെ കൊണ്ടേ വണ്ടി കണ്ട് കയറണില്ല. അങ്ങനെ എന്നെയും അമ്മേനെയും പീലിക്കുട്ടീനെ ശീതയുടെ റോഡിൽ തട്ടിയിട്ട് ശീതയുടെ വണ്ടിയായിട്ട് മുകളിലേക്ക് പോയി അച്ഛമ്മേനെയും കൊണ്ടിട്ട്. ഏറ്റൊക്കെ കയറി വന്നപ്പോഴേക്കും ഞാൻ ക്ഷീണിച്ച്. പിന്നെ വീട്ടിൽ ഇത് അപ്പോഴും പണി നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ, പെയിൻറ്റിങ്. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി ചായയൊക്കെ കുടിച്ച് പിന്നെ ഞങ്ങൾക്കുള്ള പണികൾ തരാൻ തുടങ്ങി. ആദ്യം തന്നെ ഉള്ളി നന്നാക്കലാണ്. പിന്നെ അത് മെയിൻ ആണല്ലോ ഒരു പരിപാടി ഉണ്ടാകുമ്പോൾ ഉള്ളി നന്നാക്കുക എന്നുള്ളത്. ഞാൻ വീഡിയോ എടുക്കണുണ്ടപ്പോൾ എല്ലാവരും ഒന്ന് ഡീസൻ്റ് ആവാനൊക്കെ നോക്കണുണ്ട്. ഇനി അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പുതിയ വീട്ടിലേക്കുള്ള പയറ് പരിപ്പ് സാധനങ്ങളൊക്കെ ഒരു ബോട്ടിലാക്കുക എന്നുള്ളതാണ്. അതിന് കുറച്ച് ഡപ്പകളൊക്കെ അമ്മ വാങ്ങി വെച്ചിട്ടുണ്ടേനി. പിന്നെ ഞങ്ങൾ ടൗണിൽ പോയപ്പോഴേ 10, 20, 30 സാധനങ്ങൾ എടുക്കുന്ന കടയില്ലേനെയോ അവിടുന്ന് ചേച്ചിയും അതുപോലെ കുറേ ബോട്ടിലൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ടേനി. അങ്ങനെ ഞങ്ങൾ അതിലൊക്കെ സാധനങ്ങൾ നിറച്ചേ. കയ്യിലുള്ള പാത്രങ്ങൾ കുറേ എണ്ണം വലുതും കുറേ എണ്ണം ചെറുതൊക്കെ അതിനെക്കൊണ്ട് 1 കിലോന്റെ സാധനങ്ങളൊക്കെ പകുതിയെ കൊള്ളണുള്ളൂ. അങ്ങനെ കൊള്ളണ സാധനങ്ങളൊക്കെ പാത്രത്തിലാക്കിയിട്ടേ ബാക്കി ഞങ്ങളൊക്കെ കെട്ടി വെച്ചിട്ട് വേറൊരു വലിയ പാത്രത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ പുതിയ വീട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള അഷ്ടമംഗല്യ തട്ടാണ്. ഇതിൽ വാൽക്കണ്ണാടി ഉണ്ട്, ചെറിയ പറ ഉണ്ട്, അതുപോലെ ചെറിയ കിണ്ടി, അതുപോലെ ഒരു കുഞ്ഞി വിളക്ക്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. ഇത് പിന്നെ ചേച്ചി കല്യാണത്തിന് നമ്മൾ പാത്രങ്ങൾ കൊടുക്കുമ്പോൾ വിളക്ക് കൊടുക്കുമല്ലോ, ആ വിളക്കൊക്കെ ഞങ്ങൾ തുടപ്പിച്ച് കൊണ്ടുവന്നതാണ്. പിന്നെ ഞങ്ങൾ വേഗം മുകളിലത്തെ വീട്ടിന് താഴത്തെ പുതിയ വീട്ടിലേക്ക് ഇറങ്ങി. അവിടെയാണെങ്കിൽ എടി പിടിയെന്ന് പണി നടക്കുകയാണ്. ഗ്യാസൊക്കെ ഫിറ്റ് ചെയ്യാനുണ്ട് കേട്ടോ. പിന്നെ ഫുള്ള് ക്ലീനിങ്ങിന്റെ പരിപാടിയാണ്. പിന്നെ ഇതായിട്ട് കുറച്ച് ഷോപ്പീസൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. ഒരു കുഞ്ഞ് ബുദ്ധനാണ് ഇത്. മാത്രമല്ല ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിരുന്ന ചേച്ചി കുറച്ച് ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സ് ഒക്കെ വാങ്ങിയിട്ടുണ്ടേനെ. അതിന് ഞാൻ 2 എണ്ണം പൊക്കിയെന്നൊക്കെ. അപ്പോൾ അതും കൂടെ ഫിറ്റ് ചെയ്യാണ് കേട്ടോ. കുറേ കുഞ്ഞു കുഞ്ഞു സ്പേസ് ഉണ്ട്. അപ്പോൾ അവിടേക്കൊക്കെ ഞങ്ങൾ വെച്ച് കൊടുക്കുകയാണ്. അടിയിൽ ഡബിൾ ടാപ്പ് വെച്ച് ഒട്ടിച്ചിട്ടാണ് ഞങ്ങളിത് വെക്കണത്. ഇനിയിപ്പോൾ ആരെങ്കിലും അഥവാ തട്ടിപ്പോവുകയാണെങ്കിൽ തട്ടി വീണ് പൊട്ടണ്ടെന്ന് വെച്ച്, അല്ല പൊട്ടൻ ടൈപ്പ് അല്ല കേട്ടോ, ഒരു പ്ലാസ്റ്റിക്കിൻ്റെയാണ്. എന്നാലും തട്ടി മറിഞ്ഞു പോകണ്ടെന്ന് വെച്ചിട്ട് വെച്ചതാണ്. അങ്ങനെ അടിക്കലും തുടക്കണതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനത്തെ ഓരോ പരിപാടികളും ഉണ്ട് കേട്ടോ. ഇതാണ് ഫൈനൽ ലുക്ക് വന്നിട്ട്. ഇതാ ലൈറ്റൊക്കെ വെച്ചിട്ട് ഏട്ടൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഏട്ടൻ്റെ പണി തന്നെയാണ്. പിന്നെയാണെങ്കിൽ നമ്മളെ വീട് മൊത്തം അലങ്കോലമായിട്ട് കിടക്കുകയാണ് കേട്ടോ. പണിയൊന്നും മുഴുവൻ തീരാത്തതിനെ കൊണ്ട് ഇന്ന് ആദ്യമായിട്ട് തുടക്കുകയാണ്. അതിനെക്കൊണ്ട് തന്നെ നല്ല പണിയുണ്ട് കേട്ടോ. പിന്നെയാണെങ്കിൽ നമ്മളെ വീട് മൊത്തം പൊടി പിടിച്ച് കിടക്കുകയാണ്. അതേപോലെ തന്നെ ടൈലിലൊക്കെ ചെറിയ ചെറിയ കറകളൊക്കെ ഉണ്ട്, പശയും അതേപോലെ പെയിൻറ് ഉറ്റിയതും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും കൂടിയിട്ടൊക്കെ തുടച്ച് പോക്കുകയാണ്. അതേസമയം ശീത്തേട്ട ഇതാ അവിടെ മാല കെട്ടണുണ്ട്. ചേച്ചീൻ്റെ ഹസ്ബൻഡ് ചെയ്യുമ്പോൾ നാളത്തെ ഗണപതി ഹോമത്തിനുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടി പോയപ്പോൾ പൂവിൻ്റെ റേറ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഒരു മുളത്തിന് തന്നെ ഇങ്ങനെ കെട്ടിയ മാലയ്ക്ക് നല്ല റേറ്റ് ഉണ്ട്. അപ്പോൾ ശീത്തേട്ടൻ പറയുന്ന പൂക്കൾ വാങ്ങിക്കോളൂ, എമ്പൊക്കെ എല്ലാവർക്കും കൂടെ ചേർന്നിട്ട് കെട്ടാന്ന്. അങ്ങനെ വാങ്ങിച്ചു കൊണ്ടുവന്നതാണ് കേട്ടോ ഈ പൂക്കൾ. പക്ഷെ അത് കെട്ടി തുടങ്ങിയപ്പോൾ നല്ല രസമുണ്ടായിരുന്നു. എല്ലാവരും കൂടി ഇരുന്നിട്ടാണ് കേട്ടോ കെട്ടിയത്. ഇതാട്ടം കെട്ടണ പോലെ ഒരു മാലയൊന്ന് കെട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഞാൻ കുറേ നോക്കിയിരുന്നത് എങ്ങനെയാ അപ്പം അതിൻ്റെ പരിപാടി എന്നൊക്കെ. പിന്നെ ഞാൻ അങ്ങോട്ട് കെട്ടാൻ തുടങ്ങിയിട്ടോ. അവസാനം ഒരു മുളം കെട്ടിയെടുത്ത് പിന്നെ എനിക്ക് മതിയായി. പിന്നെ ഇത് ചേച്ചീൻ്റെ ഏടത്തിയമ്മയാണ്. ഏടത്തിയമ്മയാണ് അത്യാവശ്യം നല്ലോണം മാല കെട്ടു. ചേച്ചീൻ്റെ ഗുരു എന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ ശീത്തേട്ടൻ തന്നെയാണ്. കാരണം ഞാൻ ശീത്തേട്ടൻ മാല കെട്ടുന്ന വീഡിയോസ് ഇടയില്ലേ, അങ്ങനെ ആ വീഡിയോസ് നോക്കി പഠിച്ചതാണ് ചേച്ചി എന്നാണ് പറയണത്. കണ്ടോ കെട്ടി വന്നപ്പോൾ ഇത്രയോ മാല ഉണ്ട്. പിന്നെ ഈ മാലകളൊക്കെ എന്തിനാന്ന് വെച്ചിരിക്കുകയാണെങ്കിൽ നമുക്ക് ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതാണ് കേട്ടോ ഏട്ടൻ്റെ അനിയൻ്റെ ഭാര്യ. കുറേ നേരം എന്നെ പോലെ തന്നെ മാല കെട്ടണതൊക്കെ നോക്കിയെന്ന് അവസാനം കയ്യൂലാന്ന് കണ്ടപ്പോൾ ഒഴിവാക്കി. രാത്രി ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്നിട്ട് ഇങ്ങനെ മാല കെട്ടുമ്പോഴേ നല്ല രസം ഉണ്ടായിരുന്നു. കുറേ തമാശകളൊക്കെ പറഞ്ഞിട്ടേ. പിന്നെ ഇത് വെറും ഷോ ആണ് കേട്ടോ. ഞാൻ 1 മീറ്റർ മാല കെട്ടി കഴിയാനായിട്ടേ 2 മണിക്കൂറല്ല എടുത്തത്. മാല കെട്ടി കഴിഞ്ഞ് ഇനി നമുക്ക് അലങ്കോലപ്പണിയിലേക്ക് പോവാം. ഈ ഇൻഡസ്ട്രിയൽ വർക്കൊക്കെ ഏട്ടൻ്റെ അനിയൻ തന്നെ എടുത്തതാണ്. ഇത് കണ്ടറിഞ്ഞ് ചെയ്താൽ തോന്നുന്നത് ഇതുപോലെ ചെട്ടിപ്പൂ തൂക്കാനായിട്ട്. അലങ്കോലപ്പണി മാത്രമല്ല കുറച്ച് അലങ്കാരപ്പണിയും കൂടി ആവാതെ നമ്മൾ ഉണ്ടാക്കിയ നെറ്റിപ്പട്ടാണ് കേട്ടോ. അപ്പോൾ അത് തൂക്കണം തിരക്കിലാണ് ഇവിടെ. മൊത്തം ക്ലീനിങ്ങും ഡെക്കറേഷൻ പരിപാടിയും ഒക്കെ കഴിഞ്ഞ് ഇനി നമുക്ക് നാളത്തെ പാല് കാച്ചലിൽ കാണാം. ബൈ.